അപ്പോൾ ഇതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് സർവീസ് കണക്ഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ ഇതൊരു ഓർഗനൈസേഷന് വേണ്ടിയുള്ള, ഇപ്പോൾ കൊച്ചി മെട്രോ റെയിലിന് വേണ്ടിയുള്ള ഒരു വർക്കിന് വേണ്ടിയാണത്. അപ്പോൾ നമ്മൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അതിൻ്റെ മാനേജറോ MD ആരാന്ന് വെച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഏത് പ്രിമിസസിലാണ് കണക്ഷൻ വേണ്ടതെന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനലിന് വേണ്ടിയാണ്. അതിൻ്റെ സ്ഥലം എവിടെയൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ കൊടുക്കുന്നു. KMRLൻ്റെ പ്രസൻറ്റ് അഡ്രസ്സായിട്ടുള്ളതും ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സിൽ കൊടുക്കുന്നു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള. ഓണറാണോ ടെനൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ പ്രോപ്പർട്ടീസ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് പർപ്പസ് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഡൊമസ്റ്റിക്, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചറിലല്ല, ഇത് അതേഴ്സാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണ് പെടുന്നത്. എന്ത് ടൈപ്പ് കണക്ഷനാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് ടെമ്പററി കണക്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സീസണലായിട്ടും കണക്ഷൻസ് എടുക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രമായിരിക്കും കണക്ഷൻ ആവശ്യം വരുന്നത്. അതിനുശേഷം കണക്റ്റഡ് ലോഡും കോൺട്രാക്ട് ഡിമാൻഡും എല്ലാം നമ്മൾ അതിൻ്റെ അടുത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ആ യൂണിറ്റ് നേരത്തെ വർക്കിങ്ങിലായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു പർട്ടിക്കുലർ ഡേറ്റ് വേണമെങ്കിൽ അത് പറയാം ഉള്ള കാര്യങ്ങൾ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫീഡർ വേണോ, അതിലേക്ക് സപ്ലൈ എത്തിക്കാനുള്ള ഫീഡർ വേണം. അപ്പോൾ അത് യെസ് ആണ് പോയിരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ ഒരു വലിയ ലോഡ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ യെസ് പോയിട്ടുണ്ട്. അപ്പോൾ മീറ്റർ പർച്ചേസ് ചെയ്യണോ എന്നുള്ള കേസുകളൊക്കെ ചോദിക്കുന്നുണ്ട്. മീറ്റർ പർച്ചേസ് ചെയ്യണം എന്നുള്ള യെസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വർക്കെല്ലാം ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അധികാരമില്ല. അതിന് വേണ്ടിയായിട്ടുള്ള ഒരു കോൺട്രാക്ടറെ നമ്മൾ ഏൽപ്പിക്കണം എന്നാണ് റൂൾസ് പ്രകാരം പറയുന്നത്. അപ്പോൾ അതിൽ അതിന് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണം. ഇതിപ്പോൾ ഒരു ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു എടുത്തു എന്നുള്ളൂ. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് അറ്റൈൻഡ് 18 years of age. അപ്പോൾ 18 വയസ്സായി. ഈ ഇതിൽ ആപ്ലിക്കേഷൻ വേണ്ടി നമ്മൾ ഒരു കോൺട്രാക്ടറെ നിയുക്തമാക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അത് പറയുന്നത്. ഇന്ത്യയുള്ള വയറിംഗ് ഡൺ ആൻഡ് ടെസ്റ്റഡ് ബൈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പേരും പറയുന്നുണ്ട്. അവരുടെ ലൈസൻസ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് കംപ്ലീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരൊരു അപ്രൂവൽ നമ്പർ തരും. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ഓൺ ചെയ്യണം. പിന്നെ അവിടെ ഗവൺമെൻറ്റോ കോർട്ട് ഓർഡറോ ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സത്യവാങ്മൂലമാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ സൈനും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ട്, പ്രൂഫ് ഓഫ് ഓണർ ഉണ്ട്, പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, കോൺട്രാക്ട് ഡിമാൻഡ് എഗ്രിമെൻറ്റ്, പിന്നെ ലെറ്റർ ഓഫ് ഓതറൈസേഷൻ. ഇതെല്ലാം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം, ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ടിക്ക് ചെയ്തിട്ട് അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇത് ഓണർഷിപ്പ് അല്ലെങ്കിൽ NOC എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫോം അതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോമാണ്. അപ്പോൾ അത് വ്യക്തമായി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാർട്ട്ണർഷിപ്പ് പോലത്തെ കേസുകളൊക്കെ പറഞ്ഞല്ലോ നേരത്തെ, അതിനുവേണ്ടി ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓണറാണ്, അല്ലെങ്കിൽ ജോയിൻറ്റ് പ്രോപ്പർട്ടി ഓണറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയാണ്. അതിലും സിഗ്നേച്ചർ ഓണറിൻ്റെയും പിന്നെ സാക്ഷിയുടെയും സിഗ്നേച്ചർ, 2 സാക്ഷികളുടെയൊക്കെ സിഗ്നേച്ചർ വേണം. പിന്നെ അതുകൂടാതെ നമ്മൾ എവിടെയെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പാർട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ വേറൊരാളുടെ പുരയിടത്ത് കൂടി പോകുന്നുണ്ടെങ്കിൽ അയാളുടെ കൺസെൻറ്റ് കൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ നേടേണ്ടതാണ്. അപ്പോൾ ആ ഒരു പാർട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് ടെസ്റ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടാണ് വരുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻസ്റ്റലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് മിനിമം 50 MΩ വരണം എന്നുള്ളതാണ്. പിന്നെ കണ്ടക്ടർ എർത്ത് തമ്മിലും 50 MΩ. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ അങ്ങനെയാണ് വന്നത്. അതുകൂടാതെ
എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്തപ്പോൾ 1 ohms കിട്ടിയേക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ കണ്ടിന്യൂറ്റി ഓക്കെ ആണെന്നുള്ള പാർട്ടും ഇതിലത്ത് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതേ പാർട്ട് തന്നെ ഞാൻ സി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുക്കുന്നവരുടെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വേറെ വെർഷനായിട്ടാണ് ഞാനിപ്പോൾ KCB എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്നിട്ട് ലോഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതണം, എന്തൊക്കെ ലോഡ്, അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എഴുതണം. ഇപ്പോൾ ഇതേപോലെ ലോഡ് ലൈറ്റാണ്, അതിൻ്റെ എത്ര പോയിൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ റേറ്റിങ്സ്, ടോട്ടൽ വാട്ട്സ്, അതെല്ലാം എഴുതി അതിൽ കപ്പാസിറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എഴുതിയിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എത്രയാണെന്ന് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിൽ കോൺട്രാക്ടറുടെ സൈനും സൂപ്പർവൈസറുടെ സൈനും വയർമാൻ്റെ സൈനും ഉണ്ടാകുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഡീറ്റെയിൽസ് കുറച്ച് അധികം ഉണ്ട്. അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ഒരു പേപ്പറിൽ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റ് ഉണ്ട്, ഫാനുണ്ട്, ബാക്കി പല കാര്യങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം കൂടി ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് വരുന്നുണ്ട്. അതുകൂടാതെ കപ്പാസിറ്റർ പാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു എന്നാണ് സെയിം. എന്നിട്ട് സിഗ്നേച്ചർ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് വാലിഡായി. അത് നമ്മുടെ ഈ ആപ്ലിക്കേഷനോട് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സൈറ്റിലും കൊടുത്തേക്കുന്നത്. നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി കൊടുക്കണം. അത് ഇലക്ഷൻ ID യോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ റേഷൻ കാർഡോ ഫോട്ടോ ID കാർഡ്, ഏതെങ്കിലും ഫോട്ടോ ID കാർഡ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഏജൻസിയോ പാൻ കാർഡോ ആധാർ കാർഡോ വില്ലേജ് പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും കാർഡോ മുനിസിപ്പലിൻ്റെ കോർപ്പറേഷൻ ഏതെങ്കിലും കാർഡ് വേണം. പിന്നെ ഓണർഷിപ്പ്, ആ ഒരു പുരയിടം നമ്മൾ ഓൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത്. അത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് മുനിസിപ്പലിനോ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതോ പൊസിഷൻ സർട്ടിഫിക്കറ്റോ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന കേസാണ് പറയുന്നത്. അല്ലെങ്കിൽ കോപ്പി ഓഫ് ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് റെസിപ്റ്റ്, 1 വർഷത്തെ കരമടച്ച റെസീറ്റ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓണറല്ല ഓക്യുപ്പയർ ആണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫോം മാതൃക ഓൾറെഡി ഞാൻ കാണിച്ചു. അതും കൂടി ഇതിൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പ്രൂഫ് ഓഫ് ഓണർഷിപ്പായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും NOCയും കൂടി അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മീനിങ് ഉള്ളത്. അപ്പോൾ ഇതിൽ വിശദമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റേഷൻ കാർഡ്, ഫോട്ടോ ID കാർഡ്, അങ്ങനെ പലതും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അപ്രൂവ്ഡ് പ്ലാൻ, ബിൽഡിംഗ് പെർമിറ്റ് അങ്ങനെ കൂടി ഇതിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പോൾ LT ആപ്ലിക്കൻ്റ് ഒരു 50 രൂപ പേയ്മെൻറ്റ് അടയ്ക്കുകയാണ് വേണ്ടത്. LT ഡൊമസ്റ്റിക് കാറ്റഗറി ആപ്ലിക്കൻസ് ഹാവിങ് കണക്റ്റഡ് ലോഡ് അപ് ടു 20 kW, 20 kW വരെയുള്ള കണക്ട് ലോഡുള്ളവർ ഓൺലി റിക്വയർ വെതർ പ്രൂഫ് സർവീസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 മീറ്റർ. അതായത് നമ്മുടെ പോസ്റ്റിൽ നിന്ന് 35 മീറ്ററിനുള്ളിൽ നിൽക്കുന്നതാണ്. വേറെ എക്സ്ട്രാ ഓവർഹെഡ് ലൈൻ വലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സ്ഥലങ്ങളിലാണ് പാക്കേജ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. അതായത് സർവീസ് കണക്ഷൻ ബിഫോർ ഫീൽഡ് വെരിഫിക്കേഷൻ, ആ ഒരു ഇത് ഓപ്റ്റ് ചെയ്യാം. സച്ച് ആപ്ലിക്കൻസ് ക്യാൻ റിമിറ്റ് ഓൺലൈൻ all the requisite fees for new service connection including application fees, security deposit and entire expenditure for service connection. ഈ പറഞ്ഞ ഇതിൻ്റെ അകത്ത് കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ നമ്മൾ നേരെ ഓൺലൈനിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, എൻ്റയർ എക്സ്പെൻഡിച്ചർ എല്ലാം നമുക്ക് അടയ്ക്കാം. ഫോർ സച്ച് ആപ്ലിക്കൻസ് കണക്ഷൻ ഷാൽ ബി അറേഞ്ച് പോസിബിൾ ഇൻ 2 working days time if there is no pending service connection application in that category. പറഞ്ഞ കാറ്റഗറിയിൽ വേറെ പെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നുമില്ല. അങ്ങനെ വിത്തിൻ 2 working ഡേയ്സിൽ കാര്യങ്ങൾ നടക്കും. ഇൻസ്പെക്ടിംഗ് പേഴ്സൺ അക്കമ്പനിങ് ദ ടീം എഫക്റ്റിംഗ് ദ സർവീസ് കണക്ഷൻ വിൽ വെരിഫൈ ദ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ KCBയുടെ ആൾക്കാർ വന്ന് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണോ ചെക്ക് ചെയ്തിട്ട് ഒരു കണക്ഷൻ തരാനുള്ള നടപടികൾ ചെയ്യും. Or if any additional information, consent or sanction is required for effecting service, the service connection will not be effected until necessary orders are obtained from the competent authority. അപ്പോൾ നമ്മൾ വേറെ വല്ല NOC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നാൽ നമുക്ക് കുറച്ച് വീണ്ടും ഡിലേ വരും. അത് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കണക്ഷൻ തരുള്ളൂ. Applicant has to agree to remit additional amounts if any on demand after inspection. അപ്പോൾ ഇൻസ്പെക്ഷൻ ശേഷം എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് റെമിറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ റെമിറ്റ് ചെയ്യേണ്ടി വരും. ഫോർ ആപ്ലിക്കൻസ് വേർ ഓവർഹെഡ് ലൈൻ എക്സ്റ്റൻഷൻ ഓർ ഇൻസ്റ്റലേഷൻ ഓഫ് പോൾസ് is required for effecting connection, the cost can be ascertained only after field inspection.
അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ എക്സ്ട്രാ പോസ്റ്റ് ഇട്ടിട്ട് വേണം കണക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി, കാരണം ഈ 35 മീറ്ററിനുള്ളിൽ നിൽക്കാത്തതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഫീൽഡ് ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അവിടുത്തെ കോസ്റ്റ് പറയാൻ സാധിക്കുകയുള്ളൂ. സച്ച് applicants can submit their application online and pay the required application fee. അപ്പോൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത് റിക്വയർഡ് ഫീ പേ ചെയ്യാം. അപ്പോൾ ദ കോസ്റ്റ്, അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ സർവീസ് കണക്ഷൻ സെക്യൂർഡ് ഡെപ്പോസിറ്റും ദസ് അസൈൻഡ് ഡ്യൂറിംഗ് ദ ഫീൽഡ് ഇൻസ്പെക്ഷൻ വിൽ ബി ഇൻറ്റിമേറ്റഡ് ടു ആപ്ലിക്കേഷൻ ത്രൂ ഇമെയിൽ ആൻഡ് SMS ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ആൻഡ് ദ ആപ്ലിക്കൻ നീഡ് ടു റെമിറ്റ് ദ എമൗണ്ട് സബ്സിക്വൻ്റ്ലി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫീ അടച്ചു, അതിന് ശേഷം നമ്മുടെ ഇൻസ്പെക്ഷൻ ശേഷം മാത്രമായിരിക്കും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ സർവീസ് കണക്ഷൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളതും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്ര വരും എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് ഇൻറ്റിമേറ്റ് ചെയ്യുക, SMS ഇമെയിൽ വഴി ഇൻറ്റിമേറ്റ് ചെയ്യുക ഓൺലൈൻ അടച്ച ആൾക്ക്. അപ്പോൾ അത് നിങ്ങൾ ബാക്കിയുള്ളത് അടയ്ക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷന് വേണ്ടി പർട്ടിക്കുലർ ഡേറ്റ് വേണമെങ്കിൽ ചെയ്യാം. ആ സ്പെസിഫിക് ഡേറ്റിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അഡീഷണൽ ഫീ ഡിമാൻഡ് ചെയ്യാൻ, അതായത് എസ്റ്റിമേറ്റ് കോസ്റ്റിനോട് അഡീഷണൽ ഫീ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. If the applicant opts to procure the meter, the tested meter along with the original certificate has to be produced at the site prior to effecting the service connection. ഇപ്പോൾ സ്വന്തമായിട്ട് മീറ്റർ മേടിക്കുന്നവർ അതിൻ്റെ ഒറിജിനൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് സൈറ്റിൽ ഉണ്ടായിരിക്കണം, ഈ കണക്ഷൻ തന്നെയാണ്. സച്ച് ആപ്ലിക്കൻസ് എലിജിബിൾ ഫോർ എക്സംഷൻ ഓഫ് മന്ത്ലി മീറ്റർ റെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മന്ത്ലി മീറ്റർ റെൻറ്റിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. After submitting the application online, the applicant shall take the printout of the system generator form and hand over to KCB Limited personnel. ഈ ഫോം പൂരിപ്പിച്ച് ഫില്ലാക്കിയതിന് ശേഷം ഓൺലൈൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം KCBയിലെ ആൾക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും വേണ്ട ഡോക്യുമെൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഡോക്യുമെൻറ്റ്സും കൊടുക്കണം സൈറ്റ് ഇൻസ്പെക്ഷന് വേണ്ടി അല്ലെങ്കിൽ സർവീസ് കണക്ഷൻ്റെ ടൈമിൽ. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. KCBL will be forced to terminate the service connection and dismantle the service connection without prior notice if it is proved at any stage that service connection was availed by hiding facts, fabricating false concerns or orders. അപ്പോൾ നമ്മൾ വസ്തുതകൾ മറച്ചു വെച്ച് എന്തെങ്കിലും കണക്ഷൻ എടുത്തു എന്നിട്ട് പിൽക്കാലത്ത് അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കണക്ഷൻ വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു മുൻകൂർ നോട്ടീസും ഇല്ലാതെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം KCBക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എനി എമൗണ്ട് റെമിറ്റഡ് ബൈ കസ്റ്റമർ ഷാൽ ബി ലയബിൾ ടു ബി ഫോർഫിറ്റഡ്. അപ്പോൾ അത് നമ്മൾ അടച്ച തുക തിരിച്ചു കൊടുക്കുന്നതല്ല. ദ കസ്റ്റമർ വിൽ ലയബിൾ ഫോർ എനി ലോസ് സസ്റ്റെയിൻ ബൈ KCB ഓൺ ദിസ് അക്കൗണ്ട്. മാത്രമല്ല എന്തെങ്കിലും KCBക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഈ മേൽപ്പറഞ്ഞ കസ്റ്റമർ.